നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയെ ഇത്തവണ ഉത്തർപ്രദേശിൽ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് അവരുടെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണ നമുക്കറിയാം, ക്രമാതീതമായി ഉത്തർപ്രദേശിൽ സീറ്റുകൾ ബി.ജെ.പിക്ക് കുറഞ്ഞിരുന്നു. അത് പക്ഷേ കൃത്യമായി ടാലി ചെയ്തത് പശ്ചിമ ബംഗാളിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ സീറ്റുകൾ അധികം പിടിച്ചുകൊണ്ടാണ്. എന്നാൽ ഇക്കുറി ഉത്തർപ്രദേശിൽ ഏകദേശം 40ഓളം സീറ്റുകൾ അവർക്ക് നഷ്ടമായേക്കും എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കഴിഞ്ഞ തവണ 62 ആണെങ്കിൽ ഇത്തവണ 40 സീറ്റ് പോലും കഷ്ടിച്ചേ കടക്കുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാം, 2009 കേവലം 10 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ഉത്തർപ്രദേശിൽ നിന്നും ബി.ജെ.പി കരസ്ഥമാക്കിയതെങ്കിൽ 2014 അത് 71, 2019 അത് 62 എന്നാൽ ഇക്കുറി 2024 ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ യോഗിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മോദിയുടെ കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണമോ ഒരു രീതിയിലും ഏശില്ല എന്ന രീതിയിലേക്കാണ് അഖിലേഷ് യാദവ് പ്ലാനിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൃത്യമായി തന്നെ പല ഇക്വേഷനുകളിലേക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. BSP എന്ന മായാവതിയുടെ പാർട്ടി ബി.ജെ.പിയുമായി സഖ്യത്തിലേക്ക്, പരസ്യമായിട്ടല്ലെങ്കിൽ പോലും സഖ്യത്തിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പിടി മുന്നേ സമാജ്വാദി പാർട്ടി നീങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മുൻകരുതലാണ് സമാജ്വാദി പാർട്ടി എടുത്തിരിക്കുന്നത്. നേതാക്കൾക്കെല്ലാം തന്നെ കൃത്യമായി അവരവരുടേതായ മണ്ഡലങ്ങൾ രൂപപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള ശിവപാൽ യാദവ്, അദ്ദേഹമാണ് പാർട്ടിയുടെ കാട്ടുകുതിര എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ ട്രാക്ക് റെക്കോർഡുള്ളൊരു നേതാവാണ് ശിവപാൽ യാദവ്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ വൻ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പിയെ പരാജയപ്പെടുത്തി മുന്നേറിയിട്ടുള്ളത് എന്നുള്ളത് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഊർജ്ജം നൽകുന്നൊരു കാര്യമാണ്. അഖിലേഷ് യാദവിൻ്റെ ലിസ്റ്റിനകത്ത് ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിട്ടുള്ളതിൽ ഒരു വ്യക്തി കൂടിയാണ് ശിവപാൽ യാദവ്. ജയാ ബച്ചൻ അടക്കമുള്ളവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോഴും കൃത്യമായി തന്നെ ശിവപാൽ യാദവിന് ലോക്സഭാ സീറ്റ് കൊടുത്തുകൊണ്ട് അഖിലേഷ് യാദവ് ഒരു വലിയ രീതിയിലുള്ള മാറ്റം സൃഷ്ടിച്ചെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി അമേത്തിയിൽ തന്നെ മത്സരിക്കണം എന്നും അദ്ദേഹം ഒരു വേറിട്ട മനുഷ്യനാണ്, ഈ രാഷ്ട്രീയത്തിനകത്ത് രാഹുൽ യുഗം എന്നത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അഖിലേഷ് യാദവിൻ്റെ പ്രസ്താവന. അഖിലേഷ് യാദവിൻ്റെ ഓരോ വാക്കുകളും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു സമ്മാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി കേന്ദ്രമായി അഖിലേഷ് യാദവും അദ്ദേഹത്തിൻ്റെ സമാജ്വാദി പാർട്ടിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം, മൊത്തം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി പകരുന്നൊരു കാര്യം തന്നെയാണ്. നിലവിൽ നിരവധി സീറ്റുകൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി ഒഴിഞ്ഞുകൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഒപ്പം നിർത്തേണ്ടതിൻ്റെ അനിവാര്യത ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യതയാണെന്ന് അഖിലേഷ് യാദവ് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.